ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ളോഗ് വിത്ത് ശ്രീ. നല്ല കറുത്ത് കട്ടിയുള്ള പുരികം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലർക്ക് കറുപ്പും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പുരികത്തിന് തീരെ കട്ടി ഉണ്ടാവില്ല. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള പുരികാണെങ്കിൽ അത് ആ ഒരു എടുപ്പ് നമ്മുടെ മേക്കപ്പിന് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കറുപ്പും കട്ടിയുമുള്ള പുരികം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനലും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കയ്യിലെ 2 വിരലുകൊണ്ട് മെല്ലെ മെല്ലെ 2 വിരൽ മാത്രം മതി. അതുകൊണ്ട് നമ്മുടെ 2 പുരികത്തിലും മെല്ലെ മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കണം. അധികം ഹാർഡായിട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കൈ നമ്മുടെ വിരൽ തമ്മിൽ ചൂടാക്കുക, എന്നിട്ട് പുരികത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ അവിടെ പുതിയ രോമങ്ങളൊക്കെ കിളിർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കുറച്ച് ആവണക്കെണ്ണ എടുക്കുക. ആവണക്കെണ്ണ നമ്മുടെ പുതിയ രോമങ്ങളൊക്കെ കിളിർക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും ബെസ്റ്റാണ്. നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കുന്ന സമയത്തും ചൂടാക്കി തേക്കണതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയില്ലേ. അതുപോലെ തന്നെ ഒരു സ്പൂണിലേക്ക് കുറച്ച് ആവണക്കെണ്ണ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ഹീറ്റാക്കി കൊടുത്തിട്ട് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ ആവണക്കെണ്ണ നമ്മുടെ പുരികത്തിൽ തേച്ച് കൊടുക്കുക. ഒരു ബഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൈ കൊണ്ടോ പുരികത്തിൽ അപ്ലൈ ചെയ്താലും പുരികുണ്ടാവാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഐലാഷസ് ഇല്ലാത്ത കുഴപ്പമാണെങ്കിൽ നമ്മുടെ കൺപീലി കുറവാണെങ്കിൽ ഒരു ഒഴിഞ്ഞ മസ്കാര ബോട്ടിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ച് വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് നമ്മുടെ ഐലാഷസ് നമ്മുടെ കൺപീലിയിൽ എഴുതി കൊടുത്താലും, അതായത് കൺപീലിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൺപീലി വളർന്ന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉള്ളിലായിക്കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതി കൊടുക്കാൻ. കറ്റാർവാഴയുടെ ജെല്ല് പുരികത്തിൽ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ പുരികം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലല്ല, ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് പുരികത്തിൽ തേച്ച് കൊടുക്കുന്നത് പുരികം വളരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡാണ് കുറച്ച് ഒലീവ് ഓയിൽ എടുക്കുക. ഈ ഒലീവ് ഓയിൽ കിടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് നമ്മൾ പുരികത്തിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കിടക്കുന്ന സമയത്ത് അത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്ത് കളയുന്നതും കൂടുതൽ എഫക്റ്റീവാണ്. കട്ടിയും കറുപ്പുമുള്ള പുരികത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഒരു ചെറിയ ഒഴിഞ്ഞ ബോട്ടിലെടുക്കുക. ഇതിലേക്ക് തുല്യ അളവിൽ നമ്മുടെ ആവണക്കെണ്ണ, അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, പിന്നെ ബദാം ഓയിൽ, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ബോട്ടിലിൽ ആക്കി വെക്കുക. ഇത് എന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുൻപ് പുരികത്തിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്തെങ്കിലും പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കറുപ്പും കട്ടിയുള്ള നല്ല ആകൃതിയുള്ള പുരികം കിട്ടുന്നതായിരിക്കും. കുറച്ച് ദിവസം മാത്രം ചെയ്തിട്ട് നിർത്താൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് പുരികത്തിൽ ചെയ്ത് കൊടുത്താൽ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നുള്ളൊരു മെത്തേഡാണ് നമ്മുടെ ഈ ഗ്ലിസറിനും അതുപോലെ തന്നെ ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് നമ്മൾ പുരികത്തിൽ തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പുരികം എന്ന് പറയുന്നത് വളർന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെയുള്ളൊരു മെത്തേഡാണ് നമ്മുടെ ഈ ആവണക്കെണ്ണയിൽ കുറച്ച് അലോവേര ജെൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വൈറ്റമിൻ ഇ, ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുരികത്തിൽ തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ രാത്രി തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് പുരികത്തിൽ ആ ഒരു എഫക്റ്റ് ഇങ്ങനെ എടുത്ത് കാണില്ല. അതുകൊണ്ട് രാത്രി എപ്പോഴും തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ തേച്ച് കൊടുക്കുന്നത് പുരികത്തിന് വളരെ നല്ലതാണ്. ഇനിയിപ്പം തീരെ പുരികത്തിന് നിറമില്ലാത്ത ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ കട്ടി ഉണ്ടാകും, എന്നാൽ പുരികത്തിന് തീരെ കളർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഇതൊക്കെ ചെയ്യണ സമയത്തേക്ക് അതിൽ കുറച്ച് കൺമഷി കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടത് മിക്സ് ആക്കിയിട്ട് പുരികത്തിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കറുപ്പും കട്ടിയുള്ള പുരികം നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള മെത്തേഡ്സ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുരികം നന്നായിട്ട് കറുത്ത് കട്ടിയോടുകൂടി വളരുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു സാധനം കൂടിയുണ്ട്. നമ്മുടെ ഈ ഉള്ളിയില്ലേ, നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം അല്ലെങ്കിൽ സവാള എടുക്കാം. ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ പുരികത്തിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടി പുതിയത് കിളിർക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒനിയൻ്റെ ജ്യൂസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുരികം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ ഉള്ളിനീര് തേക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നെങ്കിൽ നമ്മളത് ജ്യൂസ് എടുത്തിട്ട് പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഡയറക്റ്റായിട്ട് മുറിച്ചിട്ട് നമ്മുടെ പുരികത്തിൽ ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താലും മതി. അത് നമുക്ക് നല്ല റിസൾട്ട് തരുന്നൊരു കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുണ്ടാവുള്ളൂ. എന്തായാലും റിസൾട്ട് കിട്ടും, പക്ഷേ കുറച്ച് ടൈം എടുക്കും എന്തായാലും. സോ സ്ഥിരമായിട്ട് നമ്മളിത് ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.